ഹലോ ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പൈഡർമാൻ എന്നൊരു സൂപ്പർ ഹീറോ സാധാരണ സൂപ്പർ ഹീറോസിനെ പോലെയല്ല. ഒരു സാധാരണക്കാരൻ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ എന്തൊക്കെ വന്നാലും തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു തരുന്നൊരു പാഠപുസ്തകം കൂടെയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു റേഡിയോ ആക്റ്റീവ് ചെലന്തി കടിച്ച ശക്തി കൊണ്ട് സാധാരണക്കാരെ സഹായിക്കാൻ തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു സാധാരണക്കാരനായ ടീനേജ് പയ്യൻ്റെ കഥ. പക്ഷേ അതൊന്നുമല്ല ഇതിലെ വലിയ കാര്യം. സ്പൈഡർമാൻ്റെ ഓരോ വേർഷനും നമ്മളെ പഠിപ്പിക്കുന്നത് വളർച്ചയെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മൾ എന്തായി തീരണം എന്നതിനെക്കുറിച്ചുള്ള ഓരോരോ വലിയ പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് സൂപ്പർ ഹീറോ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് തന്നെ പറഞ്ഞു തുടങ്ങാം. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സ്പൈഡർമാൻ്റെ ഏത് സിനിമകൾ എടുത്താലും ഇത് പല രീതിയിൽ ഈ ഡയലോഗ് പലയിടത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാം റൈമി യൂണിവേഴ്സിലാണെങ്കിൽ അങ്കിൾ ബെൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഡയലോഗ് പീറ്റർ പാർക്കറിനോട് പറയുന്നുണ്ട്. MCUവിലാണെങ്കിൽ ഇത് പറയുന്നത് ടോണിയുടെ ഒരു മെൻറ്റർഷിപ്പിലൂടെ ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാ സിനിമകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡയലോഗിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? സ്പൈഡർമാൻ സിനിമകൾ പറഞ്ഞു വെക്കുന്ന കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും ആ കഴിവുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് സ്പൈഡർമാൻ പറഞ്ഞു വയ്ക്കുന്നത്. ആരും നിർബന്ധിച്ചല്ല പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആകുന്നത്. തനിക്ക് കിട്ടിയ ശക്തിയിൽ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്ന തിരിച്ചറിവ് കൊണ്ടാണ് അവൻ ഓരോ ദിവസവും സ്പൈഡർമാൻ ആകുന്നത്. തോറ്റുപോയാലും കുഴപ്പമില്ല, തിരിച്ചു വരുന്നതിലാണ് കാര്യം. സ്പൈഡർമാൻ സിനിമകളിൽ ഒരുപാട് തവണ സ്പൈഡർമാൻ തോൽവിയുടെ വക്കിലെത്തുന്നുണ്ട്. ഗ്രീൻ ഗോബിളിനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടർ ഒക്ടേവിയസ്, അല്ലെ വെനം, താനോസുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്പൈഡർമാൻ്റെ ജീവൻ വരെ പോകുന്ന അവസ്ഥയിലെത്തുന്നുണ്ട്. എന്നാലും അവൻ ശരിക്കും തോക്കുന്നത് ഇവിടെയൊന്നുമല്ല, തൻ്റെ പേഴ്സണൽ ലൈഫും തൻ്റെ സൂപ്പർ ഹീറോ ലൈഫും ബാലൻസ് ചെയ്യുന്നതിലാണ്. ജീവന് തുല്യം സ്നേഹിച്ച പലരെയും അവന് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പീറ്റർ പാർക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ, അവൻ്റെ തോൽവികളല്ല അവനെ ഡിഫൈൻ ചെയ്യുന്നത്. തോറ്റ് നിലത്ത് വീണാലും അവൻ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. സ്പൈഡർമാൻ്റെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനൊരു സീൻ പ്രതീക്ഷിക്കാം. തകർന്ന തരിപ്പണമായി ഏതെങ്കിലും ഒരു കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന സ്പൈഡർമാനെ. എന്നിട്ടും അവൻ എഴുന്നേൽക്കുന്നുണ്ട്. അത് ഒരു പെട്ടെന്നൊരു ശക്തി കിട്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടോ ഒന്നുമല്ല. പക്ഷേ തൻ്റെ മുന്നിലുള്ള പ്രശ്നത്തെക്കാൾ എത്രയോ വലുതാണ് അവൻ്റെ ലക്ഷ്യമെന്ന് അവൻ്റെ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മളെല്ലാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം തോൽക്കുന്നു, നമ്മളെല്ലാം വീഴുന്നു, നമുക്ക് വിലപ്പെട്ട എന്തോ നഷ്ടപ്പെടുന്നു, അല്ലെ മറ്റുള്ളവർ മുമ്പിൽ നാണം കെടുന്നു, അല്ലെ നമ്മുടെ ഒരു അവസരം നഷ്ടപ്പെടും. അവിടെയെല്ലാം തീർന്നുവെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെയൊന്നും കഥ അവസാനിക്കുന്നില്ല. കഥ അപ്പോഴാണ് ആരംഭിക്കുന്നത്. അടുത്തത് എന്ത് സംഭവിക്കും എന്നാണ് യഥാർത്ഥ കഥ. അതായത് നിങ്ങൾ അവിടുന്ന് എണീക്കാൻ തീരുമാനിക്കുന്നു, അതോ അവിടെ തന്നെ വീണ് കിടന്ന് തോൽവി സമ്മതിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ സൂപ്പർ പവറുകളൊന്നുമല്ല, അതായത് വീണെടുത്ത് എണീക്കാനുള്ള ആ മനസാന്നിധ്യമാണ്. ഓരോ സ്പൈഡർമാൻ സിനിമ പുതിയത് ഇറങ്ങുമ്പോഴും അത് തിയേറ്ററിൽ കാണുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്പൈഡർമാൻ സൂപ്പർ ഹീറോ ആവുന്നതിന് പരം വേണമെങ്കിൽ ഒരു സൂപ്പർ വില്ലൻ ആകാമായിരുന്നു. ആ ശക്തി കിട്ടിയ ശേഷം വെറുപ്പ് കാണിക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള എല്ലാ അവസരങ്ങളും അവൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ പീറ്റർ പാർക്കർ തിരഞ്ഞെടുത്ത വഴി മറ്റൊന്നായിരുന്നു. സ്പൈഡർമാൻ്റെ സിനിമകളിൽ, മൈൽസ് മൊറാൽസിൻ്റെ സിനിമകളിൽ, ഇൻടു ദ സ്പൈഡർ വേഴ്സിൽ അവനോട് നേരിട്ട് അതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനൊന്നും അല്ല എന്ന്. എന്നിട്ടും അവൻ സ്പൈഡർമാൻ ആകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം സ്വന്തം സാഹചര്യങ്ങളെ കുറ്റം പറയാൻ നിർബന്ധിതരാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, അല്ലെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ പറയാറില്ലേ. ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ സ്പൈഡർമാൻ പറയുന്നു അവൻ്റെ പ്രവൃത്തികളിലൂടെ, പറ്റില്ല, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, എൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും ഞാനാണ്. ഒരു അമാനുഷിക ശക്തി കിട്ടിയപ്പോൾ അവൻ തീരുമാനിച്ചത് അവനൊരിക്കലും പ്രതികാരം ചെയ്യാനോ അല്ല അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ വെച്ച് അത് ഉപയോഗിക്കാനോ അല്ല, അവൻ മറ്റുള്ളവരെ സഹായിക്കാനാണ് ചൂസ് ചെയ്തത്. ആ ഒരു ചോയ്സ് ഉണ്ടല്ലോ, അത് ചെറുതല്ല. ആ ചോയ്സാണ് അവനെ സ്പൈഡർമാൻ ആക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ. ലൈഫ് ബാലൻസ് ചെയ്യുന്ന കാര്യത്തിൽ സ്പൈഡർമാൻ ഒരു വട്ടപൂജ്യമാണ്. അതായത് അവൻ്റെ സൂപ്പർ ഹീറോ ലൈഫും അവൻ്റെ പേഴ്സണൽ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ് സ്പൈഡർമാൻ. MJയുടെ കൂടെയുള്ള ഡേറ്റുകൾ മുടങ്ങുന്നു, അവനെ സ്നേഹിക്കുന്നവരോട് പോലും അവന് കള്ളം പറയേണ്ടി വരുന്നു. MCUവിൽ ലോകത്തെ മുഴുവൻ, അവൻ്റെ യൂണിവേഴ്സിനെ തന്നെ രക്ഷിക്കാൻ നടക്കുന്നൊരു ഹൈസ്കൂൾ പയ്യൻ മാത്രമാണ് അവൻ. ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അവൻ്റെ ലൈഫാണെങ്കിൽ ആകെ അലങ്കോലമാണ്. എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലെ പാഠം എന്താണ്? അതായത് ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ലൈഫ് ബാലൻസ് എന്നൊന്നില്ല. അത് വെറൊരു സങ്കല്പമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ റിയാലിറ്റി എന്താണോ,
നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഒരുപാട് സമയം വേണമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കുറച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നും. പക്ഷേ എപ്പോഴും അതിനൊന്നും സമയം കിട്ടുന്നില്ല. എന്ന് കരുതി തൻ്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് കരുതി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവൻ ശ്രമിക്കാതിരുന്നിട്ടില്ല. തൻ്റെ പ്രിയപ്പെട്ടവരാണ് തനിക്ക് വലുതെന്ന് കരുതി അവൻ്റെ വലിയ ലക്ഷ്യങ്ങളൊന്നും അവൻ അവോയ്ഡ് ചെയ്ത് കളയുന്നുമില്ല. കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അവൻ വീണ്ടും അത് രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ഒരിക്കലും അത് പെർഫെക്റ്റ് ആവില്ലെന്ന് അവന് നന്നായിട്ടറിയാം. അതായത് അവൻ ഒരിക്കലും ഇത് 50-50 ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ അത് 60-40 ആയിരിക്കും, അല്ലെ 70-30 ആയിരിക്കും. അതൊന്നും അവനെ ബാധിക്കുന്നില്ല. അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പീറ്റർ പാർക്കറിന് തോന്നാറുണ്ട് താനൊരു ഫ്രോഡാണെന്ന്. കാരണം മുഖംമൂടി ഉണ്ടെങ്കിൽ അവനൊരു എല്ലാവർക്കും പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ സ്പൈഡർമാൻ. എന്നാൽ മുഖംമൂടി അഴിച്ചാലോ വാടക കൊടുക്കാൻ പോലും കാശില്ലാത്ത തൻ്റെ ജീവിത തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകുന്ന ഒരു സാധാരണ പയ്യൻ. നമ്മളിൽ പലർക്കും ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രം ഉണ്ടാകാറുണ്ട്. അതായത് പുറത്ത് നമ്മൾ സ്കൂളിൽ അല്ലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഭയങ്കര ധൈര്യശാലിയായിരിക്കും. നമ്മൾ ഒത്തിരി വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന, വലിയ വലിയ അഭിപ്രായങ്ങൾ പറയുന്ന, എല്ലാത്തിനും ഭയങ്കര ബ്രേവായിട്ടുള്ള ഒരാളായിരിക്കും നമ്മൾ ചിലപ്പം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മൾ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഭയങ്ങളുള്ള ഒരു സാധാരണക്കാരനായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റി ഒരിക്കലും നിങ്ങളെ ഒരു ഫ്രോഡാക്കുന്നില്ല. അതായത് ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണ് നിങ്ങളെന്ന് തെളിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ മുഖംമൂടിക്ക് പിന്നിലുള്ള കുറവുകളും പേടുകളുമുള്ള പീറ്റർ പാർക്കറാണ് യഥാർത്ഥ ഹീറോ. സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്താണെന്നോ അത് കോമിക് ബുക്കുകളിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരുപാട് കോമിക് ബുക്കുകൾ വായിച്ചിട്ടില്ല സ്പൈഡർമാൻ. ഫോർ എക്സാമ്പിൾ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ എടുത്താൽ, അതായത് വില്ലന്മാർക്ക് മുന്നിൽ കൗണ്ടറുകൾ അടിക്കുക, ഇത് കണ്ടിട്ടില്ലേ? അവൻ തമാശ പറയുന്നത് അവൻ വില്ലന്മാരെ കളിയാക്കാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ പേടിയെയും ടെൻഷനെയും മറികടക്കാൻ കൂടിയാണ്. അസാധ്യമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഹ്യൂമർ സഹായിക്കും എന്നൊരു വലിയൊരു പാഠം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവസാനമായി പറഞ്ഞ സ്പൈഡർമാനിൻ്റെ എല്ലാ കഥകളും പറയുന്ന ഒരൊറ്റ കാര്യമാണ്: സാധാരണക്കാരനായ ഒരാൾ അസാധാരണമായൊരു ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്ന കഥ. അവനെ ആരും സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തതല്ല. അതായത് തങ്ങളുടെ ജീവിതത്തെക്കാൾ തങ്ങളെക്കാൾ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് അവൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇത് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മളെ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കണമെന്നോ അമാനുഷികമായൊരു ശക്തി കിട്ടണമെന്നോ എന്നൊന്നുമില്ല. മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ പവർ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ഏതാണ്? ആ സൂപ്പർ ഹീറോയുടെ സിനിമകളിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.